ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇറുപ്പ് എന്ന തമിഴ് മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഇതൊരു മലേഷ്യൻ ഹൊറർ തമിഴ് മൂവിയാണ്. ഇതിൽ ആക്ടേഴ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഫുൾ എഫേർട്ടോടുകൂടി തന്നെ അഭിനയിച്ച് നല്ല മികച്ചതാക്കി മാറ്റിയ ഒരു സിനിമയാണിത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ, BGM, മ്യൂസിക്, എഡിറ്റിംഗ് തുടങ്ങി എല്ലാ കാര്യങ്ങളും അടിപൊളിയായി ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പ്രധാനമായും 4 കഥകളാണ് അല്ലെങ്കിൽ 4 സംഭവങ്ങളാണ് ഈ സിനിമയിലുടനീളം കാണിക്കുന്നത്. ഒന്നാമത്തേത്, ഒരു ഹോസ്പിറ്റലിൽ വർഷങ്ങൾക്ക് ശേഷം ഓപ്പൺ ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് D ബ്ലോക്ക്. അവിടെ നൈറ്റ് ഡ്യൂട്ടിക്കായി ഒരു നേഴ്സ് വരുന്നു. ആ നേഴ്സ് കുറച്ച് ഭയാനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അവിടെ സംഭവിക്കുന്ന ആ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പാർട്ടിൽ പറഞ്ഞു പോകുന്നത്. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞു വരുന്നത്, ഒരു 3 ഫ്രണ്ട്സ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ വരുന്നു. അവിടെ താമസത്തിന് വരുന്നതിന് മുൻപ് ഒരു പെൺകുട്ടിയും അവളുടെ അച്ഛനും അവിടെ താമസിച്ചിരുന്നു. അവളുടെ അച്ഛൻ ആ പെൺകുട്ടിയെ ഒരുപാട് ടോർച്ചർ ചെയ്തിരുന്നു. ഇതൊക്കെ അവർ അവിടെ അറിയുന്നുണ്ട്. അപ്പോൾ ആ 3 ഫ്രണ്ട്സ് ആ അപ്പാർട്ട്മെൻറ്റിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ആ രണ്ടാമത്തെ കഥ മുമ്പോട്ട് പോകുന്നത്. ഇനി മൂന്നാമത്, ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് മരുന്നുകളൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു പെൺകുട്ടിയെ കാണുന്നു. അപ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ച് അയാൾ അന്വേഷിക്കുകയും പിന്നീട് ഡോക്ടറും ആ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവും തമ്മിലുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മൂന്നാമത്തേത് പോകുന്നത്. ഇനി നാലാമത്തേത്, ഒരു പ്രഗ്നൻറ്റ് ലേഡി അവളുടെ വീട്ടിൽ ഡെലിവറിക്ക് വേണ്ടി വന്ന് താമസിക്കുന്നു. അവളുടെ വീട്ടിൽ അവൾ വന്ന് താമസിക്കുന്നത് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തുടർന്ന് കാണിക്കുന്നത്. അവളുടെ ലവ് സ്റ്റോറി ഒരു ഫ്ലാഷ് ബാക്കായി കാണിക്കുന്നുണ്ട്. ഈ പോർഷൻസിൽ ചില സീൻസൊക്കെ അവർ ഓവറാക്കിയിട്ടുണ്ട്. അഡൽട്ട് കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫാമിലി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഇനി ഒന്നാമത്തെ ഞാൻ പറഞ്ഞ കഥയുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ വർഷങ്ങൾക്ക് ശേഷം ഉള്ള സംഭവങ്ങൾ, ഓപ്പൺ ചെയ്യുന്ന ബ്ലോക്ക്, അതിനെക്കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് സിമ്പിൾ നോർമൽ ഹൊററായിട്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നതെങ്കിലും പിന്നീട് ആർട്ടിഫിഷ്യൽ ഹൊറർ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ആർട്ടിഫിഷ്യൽ ഹൊറർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. ലോജിക്കലി ഉള്ള എൻ്റെ ആയതുകൊണ്ട് തന്നെ അത് മികച്ചതായി തന്നെ ഫീൽ ചെയ്തു. എന്നാൽ രണ്ടാമത് ആ 3 ഫ്രണ്ട്സ് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ വരുന്ന രീതിയിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ ആ ഹൊറർ അവിടെ ഫിറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ചെറിയൊരു പോരായ്മയായി തോന്നി. അത് കഴിഞ്ഞ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ കാര്യം, അതും കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. അതിലും ചിലതൊക്കെ നമുക്ക് അല്പം ബോറായി തോന്നി. എന്തായാലും മൊത്തത്തിൽ കുട്ടികളടക്കം നമുക്ക് ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണ്. എന്തായാലും നിങ്ങൾ കണ്ടവർ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.